കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ ചാനലുകൾ തുറന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര പ്രാവശ്യം എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോയി, അദ്ദേഹം ഒളിവിലാണ്, അറസ്റ്റിലാണ്, പിന്നെ ഫോൺ പിന്നെ അന്തിച്ചർച്ചയും അത് തന്നെയാണ്. അത് ഏഷ്യാനെറ്റ് കുറച്ചുകൂടി ഡീസൻറ്റ് ചാനലാണെന്നൊക്കെയാണ് എല്ലാവരും പറയുകയും അങ്ങനെ ഒരു റേറ്റിംഗ്, ബാർക്ക് റേറ്റിംഗ് അല്ല, പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. പക്ഷേ ഏഷ്യാനെറ്റിന് 2 ദിവസം കൊണ്ട് വിനു ബി ജോണും, പ്രത്യേകിച്ച് വിനു ബി ജോണൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ സുരേഷും ബി ജോണും ഒക്കെ എല്ലാവരും കഴിഞ്ഞ 2 ദിവസമായി ചാനൽ തുറന്നാൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിഹിത ഗർഭമാണ് ഇവിടുത്തെ വിഷയം. നാഷണൽ ചാനലുകൾ തുറന്നാൽ അവിടെ അവിഹിതവുമില്ല, ഗർഭവുമില്ല. ഇന്ത്യ 8.2 GDP വളർന്ന കഥയാണ് പറയുന്നത്. എങ്ങനെയാണ് 8.2 വളർന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് പിന്നെ ഫസ്റ്റ് ഈ 3-4 മാസം കൊണ്ടാണ്, 3 മാസത്തെ കഥയാണ് ഈ വളർന്ന കഥയുടെ പറയുന്നത്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് 3 മാസത്തെ വളർച്ചകൾ. അപ്പോൾ ഈ സെക്കൻഡ് ക്വാർട്ടറിലെ വളർച്ചകളാണ്. 4 ക്വാർട്ടറാണുള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ വരുന്ന വളർച്ചയുടെ കഥയാണ് പറയുന്നത്. അത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ 8.2% GDP വളർന്നിട്ടുണ്ട്. അത് റീച്ചേഴ്സിൻ്റെ കണക്കനുസരിച്ച് 7.3 ആഗോളൂ. അതുപോലെ തന്നെ RBIയുടെ കണക്കനുസരിച്ച് 7% ആവുള്ളൂ, 7%. SBIയുടെ കണക്കനുസരിച്ച് 7.5% ആകാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് 8.2 ഇത് കയറി? ഈ കാലയളവിൽ, ഈ 8.2 കയറിയ കാലയളവിൽ വിവിധ രാജ്യങ്ങളിൽ എന്താ സംഭവിച്ചത്? ചൈനയിൽ 4.8 ആണ് കയറിയത്, മലേഷ്യയിൽ 5.8 ആണ് GDP, ഫിലിപ്പൈൻസിൽ 5.5 ആണ്, ഇന്തോനേഷ്യയിൽ 5 ആണ്, ഇന്ത്യയിൽ 8.2 കയറി. എന്തുകൊണ്ട് ഇത് 8.2 കയറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വശത്ത് താരിഫിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ലോകത്ത് യുദ്ധം, ഉക്രൈൻ യുദ്ധം കിടപ്പുണ്ട്, ഗാസയുടെ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്, പൊളിറ്റിക്കലായിട്ടൊരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, രാഷ്ട്രീയ അസ്ഥിരത്വം ലോകത്തുണ്ട്. അങ്ങനെ ജിയോ പൊളിറ്റിക്സിൽ രാഷ്ട്രീയ അസ്ഥിരത്വം നിൽക്കുമ്പോഴും ഇന്ത്യ എങ്ങനെ 8.2 കയറി എന്നുള്ളതാണ്. മാത്രമല്ല എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ മാനുഫാക്ചറിങ്, ഈ നിർമ്മാണ മേഖലയിൽ 9.1 കയറി, സർവീസ് മേഖലയിൽ 9.2 കയറി, പബ്ലിക് യൂട്ടിലിറ്റിയുടെ പൊതു ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ 9.7 കയറി, ടോട്ടൽ എടുക്കുമ്പോൾ 8.2 കയറിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വളരെ വലിയ രീതിയിലാണ് ഇന്ത്യയിൽ ഇത് കയറ്റമുണ്ടായത്. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നും കൂടി നമ്മൾ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ട് ഇന്ത്യയിൽ, ലോകത്താകെ GDPയിൽ കുറവ് വരുമ്പോൾ, അല്ലെങ്കിൽ GDPയിൽ ക്രമാതീതമായ വളർച്ച വരാതിരിക്കുമ്പോൾ ഇന്ത്യ 8.2 വളർന്നത് എങ്ങനെ എന്നുള്ളത്, ഒന്ന്, GSTയുടെ കട്ട് വന്നല്ലോ. GSTയിൽ ഇളവ് വന്നതോടുകൂടി റൂറൽ എക്കോണമി വളരെ വലിയ തോതിൽ ഇളകി മറിഞ്ഞു. വലിയ തോതിലാണ് റൂറൽ എക്കോണമി മാറിയത് ഇന്ത്യയിൽ. നമ്മൾ ഗ്രാമങ്ങളെക്കുറിച്ചാണ് എന്നും വ്യാപലാതിപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ താമസിക്കുന്നു, ഇന്ത്യ ലിവ്സ് ഇൻ റൂറൽ വില്ലേജസ് എന്ന് ഗാന്ധിജിയൊക്കെ പറഞ്ഞ ഗ്രാമങ്ങളുടെ ഉണർത്തു ഇന്ത്യ വളരും എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ GDPയുടെ വളർച്ച കാണുമ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ വളർച്ചയെ നമ്മൾ കാണണം. ധാരാളമായി 2 വീലറുകളും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമുള്ള വാഹന സൗകര്യങ്ങളും ഒക്കെ വ്യാപകമായി ഗ്രാമങ്ങളിൽ ആളുകൾ വാങ്ങാൻ തുടങ്ങിയതിൻ്റെയും കൂടി ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ റൂറൽ റിവൈവിൻ്റെ, അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ പുനരുദ്ധാരണവും ഗ്രാമങ്ങളുടെ നവോത്ഥാനവും, അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ ഉയർച്ചയും ഇന്ത്യയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറി. അതുപോലെ തന്നെ മാനുഫാക്ചറിങ് സെക്ടറിലും ഫിനാൻസ് വളരെയധികം വരാൻ തുടങ്ങി. ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിലും 10% നിന്ന് 31% നമ്മൾ മാറിയത്. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ പണം എവിടെ നിന്ന് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്ങും 10% മുതൽ 31% മാറി. അപ്പോൾ ആ തരത്തിൽ എല്ലാ തരത്തിലും ഗവൺമെൻറ്റിൻ്റെ റൂറൽ എക്കോണമിയുടെ വളർച്ചയും, ഞാൻ GSTയിലുണ്ടായ കട്ടും, ഈ മാനുഫാക്ചറിങ് സെക്ടറിലെ 9.1 സർവീസ് സെക്ടറിലെ 9.2, അതുപോലെ തന്നെ പബ്ലിക് യൂട്ടിലിറ്റി സെക്ടറിലെ 9.7, ഇവയെല്ലാം ഉൾപ്പെടെ ഇത്രയും പെർസെൻറ്റേജിൻ്റെ വളർച്ചയുടെ ഫലമായി ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വലിയ GDP വളർച്ചയാണ് ഇന്ത്യയിലുണ്ടായത്. ഈ GDP വളർച്ച ഉണ്ടാകുമ്പോൾ, സാധാരണ GDP വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇന്ത്യക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതിയാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം രാജ്യം മുന്നോട്ട് പോകുന്നു, ജനങ്ങൾ പിന്നോട്ട് പോകുന്നു. റൂറൽ എക്കോണമി വളരെ മോശമാണ്. അവർ ഇപ്പോഴും സാനിറ്റേഷനും കുടിവെള്ളവും അതുപോലെ തന്നെ മറ്റ് പട്ടിണിയും ദാരിദ്ര്യവും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് പോകുന്നതെന്ന് പറഞ്ഞിടത്തുനിന്ന് മാറി
പുതിയൊരു ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. റൂറൽ എക്കോണമിയുടെ വളർച്ചയുടെ ഇന്ത്യ, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ വലിയ തോതിലാണ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വച്ഛ ഭാരതിലൂടെ ലാട്രിൻ സൗകര്യം മിക്കവാറും എല്ലാവർക്കും ഇന്ത്യയിലായിട്ടുണ്ട്. ജലജീവ മിഷനിലൂടെ കുടിവെള്ളം ഭാരതത്തിൽ എല്ലാ വീടുകളിലും 2 ടാപ്പിൽ വെള്ളം എത്തുന്ന നാട്ടിൽ രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു വലിയ ഇന്ത്യയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതാണ്. അങ്ങനെ ഗ്രാമങ്ങളിൽ വെള്ളം എത്തിയപ്പോൾ, ലാട്രിൻ സൗകര്യം എത്തിയപ്പോൾ സ്വാഭാവികമായി തൊഴിൽ ചെയ്യാനുള്ള സമയം കൂടുതൽ ഇതെല്ലാം വേൾഡ് ബാങ്കിൻ്റെയും ADBയുടെയും IMFിൻ്റെയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഏജൻസികളുടെയൊക്കെ റിപ്പോർട്ടുകളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭവും ഇവിടുത്തെ ഈ ചളിഞ്ഞ രാഷ്ട്രീയവും പരിപാടികളും അശ്ലീലമായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് ഇതൊന്നും ഇന്ത്യക്ക് ചർച്ച ചെയ്യാനും താല്പര്യമില്ല, കേരളത്തിന് ചർച്ച ചെയ്യാനും താല്പര്യമില്ല. കേരളത്തിൽ അതാരും കൊടുക്കുന്നുമില്ല. ഡിജിറ്റൽ ചാനൽ തുറന്നാലും ഏത് തുറന്നാലും വിവാദങ്ങളുടെ പരമ്പരയല്ലാതെ ഇതൊന്നും നമ്മൾ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലാട്രിൻ വന്നതോടുകൂടി, എല്ലാവർക്കും ലാട്രിൻ കിട്ടിയതോടുകൂടി സ്ത്രീകൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരുപാട് സമയവും അധ്വാനത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നു. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ അടുത്ത് ലാട്രിൻ വരുന്നു. അവർ കാട്ടിൽ പോകേണ്ട കാര്യമില്ല, ദൂരെ പോകേണ്ട കാര്യമില്ല, അതിനുവേണ്ടി എഫർട്ട് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വലിയ രീതിയിൽ അവർക്ക് സമയം കിട്ടുന്നു. അതുപോലെ വെള്ളം അടുത്ത് കിട്ടുന്നതാണ് ഏറ്റവും വലിയ കഥ. കാരണം ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് 2 കുടം 3 കുടം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ വീട്ടുമുറ്റത്ത് ടാപ്പിൽ വെള്ളം കിട്ടി തുടങ്ങിയപ്പോൾ അവരുടെ അധ്വാനശേഷി കൂടുകയും അവരുടെ വിശ്രമിക്കുവാനുള്ള സമയം കൂടുതൽ അവർക്ക് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി റൂറൽ എക്കോണമി ഉയരുകയാണ്. ഈ റൂറൽ എക്കോണമിയുടെ ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നതും അങ്ങനെ നിൽക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ കണക്ടിവിറ്റി, റൂറൽ കണക്ടിവിറ്റി, റോഡുകളുടെ കണക്ടിവിറ്റിയും വളരെ പ്രധാനമാണ്. ഈ റോഡ്, അതുപോലെ ബാങ്കിൻ്റെ അക്കൗണ്ട് തുറന്നതും അതുപോലെ തന്നെ പിന്നെ ഈ ഡിജിറ്റൽ ഇന്ത്യയും കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്രാമങ്ങളിൽ ധാരാളമായി പണം ഒഴുകുന്ന വേറൊരു എക്കോണമി, റൂറൽ എക്കോണമിയുടെ ഒരു റിവൈവ് ചെയ്യാൻ തുടങ്ങി. അതൊന്ന് മാറാൻ തുടങ്ങി. അങ്ങനെ റൂറൽ എക്കോണമി നന്നായി മാറുന്ന ഒരു ട്രെൻഡ് കാണിച്ചപ്പോഴാണ് GST കുറച്ചു കൊടുത്തത്. അപ്പോൾ GST കുറച്ചപ്പോൾ സ്വാഭാവികമായി ഒരു ഒഴുക്കെന്ന് പറയുന്നത് അർബനിൽ നിന്ന് സെമി അർബൻ അല്ലെങ്കിൽ റൂറൽ അർബൻ കൺസെപ്റ്റിൽ നിന്ന് മാറി ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തുന്ന, ഗ്രാമങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം എത്തുന്ന, ഗ്രാമങ്ങളിലേക്ക് സൗകര്യം കൂടുതൽ എത്തുന്ന രീതിയിലേക്ക് ഒരു ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കാണാതിരുന്നുകൂടാ. ആ ഇന്ത്യയിലെ വളർച്ച GDPയിലും പ്രതിഫലിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരും അങ്ങനെ തന്നെ പറയും. പക്ഷേ കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധർ മോഡി വിരുദ്ധരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പറയത്തില്ല. വിലക്കയറ്റം അങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. വിലക്കയറ്റം രാജ്യത്താണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ കുറവാണ്. ഇപ്പോൾ ലേബർ കോഡ് വന്നപ്പോൾ കുറച്ച് ആളുകൾ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ലേബർ കോഡ് ഒരുപാട് തൊഴിലാളി വിരുദ്ധമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പുറത്ത് ജനസൗഹൃദമാണ്. ഒരു വശത്തെ തൊഴിലാളി വിരുദ്ധം പറയുമ്പോൾ ജനസൗഹൃദമാണ് പല നിയമങ്ങളും ലേബർ കോഡിലെ. എന്നാൽ സമ്പൂർണ്ണമായി തൊഴിലാളി വിരുദ്ധമായ ഒരു ലേബർ കോഡ് കൊണ്ടുപോകുന്നത് ശരിയാണോ? പറ്റില്ല. കുറേ ജനങ്ങൾക്ക് ഗുണമുള്ളതും എന്നാൽ കുറേ തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതുമായ ഒരു മിഡിൽ പാത്തിലേക്ക് ലേബർ കോഡിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലാതെ മുഴുവൻ തൊഴിലാളികളെയും നശിപ്പിക്കുന്ന, തൊഴിലാളി യൂണിയനുകളെ നശിപ്പിക്കുന്ന, ട്രേഡ് യൂണിയനുകളെ നശിപ്പിക്കുന്ന നിയമമൊന്നും അനുവദിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ജനസൗഹൃദമായ ഒരുപാട് കാര്യങ്ങൾ പുതിയ ലേബർ കോഡിലുണ്ട്. പിന്നെ തൊഴിലാളികൾക്ക് സൗഹൃദമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. തൊഴിലാളി സംഘടനകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒരുപാട് സംരക്ഷിക്കുന്ന നിയമങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതും വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ വ്യവസായ രംഗം ഒന്നുകൂടി ഉണരും. അപ്പോൾ ചെറുകിട വ്യവസായ രംഗവും വലിയ വ്യവസായ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ ഒന്നുകൂടി ഉണർന്നാൽ GDP വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. ലോകരാജ്യങ്ങളുടെ നെറുകയിൽ ഇന്ത്യ ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥാനം നമ്മൾ 3 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, 4 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അമേരിക്ക, ചൈന, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോകും. ഏറ്റവും 2ാം സ്ഥാനത്തേക്കെങ്കിലും ചൈനയെ വെട്ടി 2ാം സ്ഥാനത്ത് പോകണം. 4ൽ നിൽക്കുന്നു, നമ്മൾ 3ലേക്ക് എന്തായാലും കയറും. പിന്നെ നമുക്കുള്ളത് 2 കടമ്പകളാണ്, ഒന്ന് ചൈനയും മറ്റൊന്ന് അമേരിക്കയും.